സംസ്ഥാനത്തെ 23 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് വൻ മുന്നേറ്റം. 7 സീറ്റുകൾ LDF പിടിച്ചെടുത്തു. UDF-ൽ നിന്ന് 4-ഉം BJP-യിൽ നിന്ന് 3-ഉം സീറ്റുകളാണ് പിടിച്ചെടുത്തത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ LDF-ന് ഇത് വലിയ ആത്മവിശ്വാസമാണ് പകരുക എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. സമഗ്ര വിവരങ്ങൾ ഷീജ തിരുവനന്തപുരത്ത് നൽകും. ഷീജ, ഉപതെരഞ്ഞെടുപ്പ് നടന്ന 23 വാർഡുകളിലെ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ LDF 10, UDF 10, അതോടൊപ്പം തന്നെ BJP 3 എന്നുള്ളതാണ് അതിന്റെ സീറ്റ് നില എന്ന് പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് LDF ഉണ്ടാക്കിയ നേട്ടം തന്നെയാണ്. കാരണം LDF 5 സീറ്റ് ഉണ്ടായിരുന്നത്, അതായത് ഈ 23 വാർഡിൽ 5 ഇടങ്ങൾ മാത്രമാണ് LDF ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് LDF 10 എന്നതിലേക്ക് ഉയർന്നത്. ആ രീതിയിൽ വലിയൊരു നേട്ടം തന്നെ LDF-ന് നേടാനായിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് 7 സീറ്റുകളാണ് LDF പിടിച്ചെടുത്തത് എന്നുള്ള കാര്യവുമാണ്. ഈ പിടിച്ചെടുത്ത സീറ്റുകളുടെ കാര്യത്തിൽ UDF-ൽ നിന്ന് പിടിച്ചെടുത്തത് 4 സീറ്റുകളാണ്. BJP-യിൽ നിന്ന് 3 സീറ്റുകളും LDF പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏതൊക്കെ സീറ്റുകൾ എന്നത് പരിശോധിക്കുമ്പോൾ UDF-ന് വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതായത് UDF-ന് ഒരു പഞ്ചായത്ത് ഭരണം തന്നെ നഷ്ടമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. UDF-ന്റെ ഒരു നില കഴിഞ്ഞ തവണത്തേതെന്ന് പറയുന്നത് 14 സീറ്റുകളായിരുന്നു. ഈ 23-ൽ 14 ഇടങ്ങളിലും UDF ആയിരുന്നു വിജയിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ UDF 10 എന്നതിലേക്ക് ചുരുങ്ങിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ പഞ്ചായത്ത് ഭരണം നഷ്ടമായത് നെടുമ്പാശ്ശേരി കൽപ്പക നഗർ വാർഡിൽ ആണ്. നിലവിലിപ്പോൾ അവർക്ക് അവിടുത്തെ പരാജയത്തോടെയാണ് ഈ ഒരു പഞ്ചായത്ത് ഭരണം തന്നെ നഷ്ടമാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. LDF-ന്റെ അർച്ചനയാണ് 98 വോട്ടിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അവിടെ പരാജയപ്പെടുത്തിയത്. അതിനു പുറമെ UDF-ന് നഷ്ടമായത്, അതായത് UDF-ൽ നിന്ന് LDF പിടിച്ചെടുത്ത വാർഡുകൾ ഇവയാണ്. തൃശൂർ മുല്ലശ്ശേരി പഞ്ചായത്തിലെ പതിയാർ കുളങ്ങര വാർഡ്, അതിനൊപ്പം തന്നെ മുഴുപ്പിലങ്ങാട്ടെ മാമാക്കുന്ന് വാർഡ് എന്നിവയും LDF UDF-ൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. മറ്റൊന്ന് BJP-യുടെ കാര്യമാണ് എടുത്തു പറയേണ്ടത്. BJP-യുടേത് തിരുവനന്തപുരത്ത് കനത്ത ഒരു പരാജയം തന്നെയാണ് BJP ഏറ്റുവാങ്ങിയത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം BJP-യുടെ ഇവിടെ തിരുവനന്തപുരത്ത് 4 വാർഡുകളിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 3 ഇടങ്ങളിലും BJP ആയിരുന്നു, അവിടെ BJP-യുടെ സീറ്റായിരുന്നു. അതിൽ 2 ഇടത്ത് BJP-യിൽ നിന്നും LDF സീറ്റ് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിൽ ഏറ്റവും സുപ്രധാനം തിരുവനന്തപുരം കോർപ്പറേഷൻ വാർഡായിട്ടുള്ള വെള്ളാർ വാർഡാണ്. വെള്ളാർ വാർഡിൽ BJP-യിൽ നിന്ന് 151 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള പനത്തുറ ബൈജു വിജയിച്ചിട്ടുള്ളത്. ഒറ്റശേഖരമംഗലം പഞ്ചായത്തിലെ കുന്നനാട് വാർഡാണ് BJP-യിൽ നിന്നും LDF പിടിച്ചെടുത്ത മറ്റൊരു വാർഡെന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ തിരുവനന്തപുരത്തിന് പുറമെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുരിയോട് വാർഡും BJP-യിൽ നിന്ന് LDF പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് LDF-ന്റെ നേട്ടമെന്ന് പറയുന്നത്. ഒരിടത്ത് BJP UDF-നെ പരാജയപ്പെടുത്തി. അവിടെ മട്ടന്നൂർ നഗരസഭയിൽ BJP ഒരു കന്നി ജയവും സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഏതായാലും സംസ്ഥാനത്ത് ഇന്നത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് UDF-ഉം BJP-യും വലിയ തോതിൽ തന്നെ പ്രചാരണം അഴിച്ചുവിട്ടിരുന്നത് സംസ്ഥാനത്തൊരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ അതെല്ലാം നിലംപരിശാക്കിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാന വ്യാപകമായി ഇന്നിപ്പോൾ പുറത്തു വന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. LDF-ന് വലിയൊരു മേൽക്കൈ തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വലിയ നേട്ടം അത് ഈ രീതിയിൽ LDF-ന് നേടാൻ ഉണ്ടായൊരു സാഹചര്യം ഒരുക്കി തന്നത് നവകേരള സദസ്സാണ് എന്നൊരു വിലയിരുത്തലും LDF-ൽ തന്നെയുണ്ട്. അതിനൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി നടക്കുന്ന ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു പ്രത്യേകതയും ഈ ഉപതെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും LDF-ന് വലിയ രീതിയിൽ ആത്മവിശ്വാസം പകരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.